റോയ്, ക്ഷേമ പെൻഷൻ വർധനവെന്ന് പറയുന്ന പിണറായി വിജയന്റെ പുതിയ പ്രഖ്യാപനം പ്രതിപക്ഷത്തിന് വിയർപ്പിക്കുന്നതല്ലേ? കേരളം പോലുള്ള സംസ്ഥാനത്ത് ഈ നമ്മൾ അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സാമ്പത്തികമായി ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം സർക്കാർ കൊടുക്കുന്ന പെൻഷനുകൾ അവരെ സംബന്ധിച്ച് 1500 രൂപ അല്ലെങ്കിൽ 1600 ഉള്ളെങ്കിലും അത് വലിയൊരു തുകയാണ്. 68 ലക്ഷം പേര്, 3.5 കോടി ജനങ്ങളിൽ 68 ലക്ഷം പേര് ആ ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്നു എന്ന് പറയുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടേത്. അപ്പോൾ അവർക്ക് 2000 രൂപ കൂട്ടിക്കിട്ടുന്നു എന്ന് പറയുന്നത് 400 രൂപയുടെ കൂട്ടിക്കിട്ടുന്നു എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമാണ്. അത് സ്വാധീനിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. കാരണം ഈ ഇന്ത്യയിലെ ജനാധിപത്യത്തിനകത്ത് ഈ സൗജന്യങ്ങൾ വിതരണം ചെയ്ത് വോട്ട് നേടുക എന്ന് പറയുന്നത് ഇവിടെ മാത്രമല്ല, ലോകത്തെ ജനാധിപത്യം നിൽക്കുന്ന എല്ലാ രാജ്യങ്ങളിലും തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ആൾക്കാർ ഇത്തരത്തിലുള്ള ഫ്രീ ബീസ് എന്നാണ് അതിന് ഇംഗ്ലീഷിലൊക്കെ പറയുന്നത്. അതിനുള്ള സൗജന്യങ്ങൾ ക്ഷേമരാഷ്ട്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള പദ്ധതികളാണ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പ്രതിപക്ഷത്ത് നിൽക്കുന്ന പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. കാരണം കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണ് 2021 തിരഞ്ഞെടുപ്പ് കാലത്താണ് കോവിഡിൻ്റെ സമയത്ത് കിറ്റ് കൊടുക്കുകയും അത് അന്ന് ജോലിയും കൂലിയും ഒന്നും ഇല്ലാതിരിക്കുന്ന ഒരു സമയത്ത് ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ആശ്വാസകരമായ കാര്യമായിരുന്നു. അതിൻ്റെ നേട്ടം സർക്കാരിനുണ്ടായി. 99 സീറ്റ് കിട്ടുന്നതിന് തന്നെ അത് ഇടയാക്കിയ കാര്യമാണ്. അത് കിറ്റ് വിതരണത്തിനെതിരെ അന്ന് ഹൈക്കോടതി കേസിന് പോയി രമേശ് ചെന്നിത്തല അന്നം മുടക്കി എന്നുള്ള അത് തന്നെ. അപ്പം അതുകൊണ്ട് തന്നെ ഏതായാലും ഇത്തവണ അത്തരം മണ്ടത്തരങ്ങളൊന്നും പ്രതിപക്ഷം എഴുന്നള്ളിച്ചിട്ടില്ല. സതീശൻ ഇത് കൂട്ടാൻ തീരുമാനിച്ചതിനെ സ്വാഗതം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇത് താമസിച്ചു പോയി എന്നുള്ളൊരു വിമർശനമാണ് ഉയർത്തിയത്. അവർക്കറിയാം, കാരണം ജനങ്ങൾക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളതിനെ നിങ്ങൾ എതിർക്കുന്നത് അത് ജനവിരുദ്ധരായ ആൾക്കാരെ അത് പറയത്തുള്ളൂ. അങ്ങനെ പറയുന്നവർ ആനമണ്ടന്മാരാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് പറ്റിയ അപകടവും അതായിരുന്നു. രമേശ് ചെന്നിത്തല ഒരിക്കലും അത് പറയരുതായിരുന്നു. അതിനകത്തുനിന്ന് പ്രതിപക്ഷം ഒരു പാഠം പഠിച്ചതുകൊണ്ടാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഞങ്ങളതിനെ സ്വാഗതം ചെയ്തു, ഈ 5 വർഷം ഒന്നും ചെയ്യാതിരുന്നിട്ട് ഇപ്പോൾ ചെയ്യുന്നത് ആൾക്കാരെ പറ്റിക്കാനാണെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ മനസ്സിലാക്കുന്ന സംഭവം. പക്ഷേ ഇത് എങ്ങനെയായിരിക്കാം തെരഞ്ഞെടുപ്പിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇനിയുള്ള ദിവസങ്ങളിലാണ് കാണേണ്ടത്. അപ്പം ഇത് പ്രതിപക്ഷം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾക്ക് ഇതുവരെ സാമ്പത്തിക പ്രശ്നമാണെന്ന് പറയുന്നു, നിങ്ങൾക്ക് പല പദ്ധതികൾ നിങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നു, അതിൻ്റെ ഭാഗമായിട്ട് ഭൂനികുതി കൂട്ടി, കറണ്ട് ചാർജ് കൂട്ടി, പിന്നെ വെള്ളക്കരം കൂട്ടി, ഇങ്ങനെ എല്ലാം ഒരു വശത്ത് അത് നടക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതും ഇങ്ങനെ. അപ്പോൾ അത് ആ ഒരു ന്യായമായ ചോദ്യം ഉണ്ടാവും, നിങ്ങളെങ്ങനെ ഇതിനു വേണ്ടിയുള്ള പണം കണ്ടെത്തും എന്നുള്ളത്. അത് സർക്കാരിൻ്റെ തലവേദനയാണ്, സർക്കാർ അത് കണ്ടുപിടിക്കട്ടെ. പക്ഷേ വരാനിരിക്കുന്ന ഈ 2 തിരഞ്ഞെടുപ്പുകളിൽ ഇത് എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളത് ഒരു ടെസ്റ്റ് കേസാണ്. ഒരു പക്ഷെങ്കിൽ ഈ മാസത്തെ ഈ കൂട്ടിയ പെൻഷനൂടെ കൊടുത്തതിന് ശേഷമായിരിക്കാം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ അനൗൺസ്മെൻറ്റ് വരാൻ പോകുന്നത്. ഈ മാസത്തെ വിതരണം കഴിഞ്ഞു, ഇനി അടുത്ത മാസത്തെ മാത്രമേ ഉള്ളൂ. അത് എങ്ങനെയാണ് വരാൻ പോകുന്നു എന്നുള്ളത്. ഈ കൂടിയ പെൻഷൻ കൊടുക്കുന്നതിന് ഏതാണ്ട് 3800-4000 കോടി രൂപ ആകുമെന്നാണ് ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ച് വരുന്നത്, ഈ പുതിയ തുക അനുസരിച്ചുള്ള കൊടുക്കുന്നതിന്. ഇത് മാത്രമല്ല, ഒരു ലോഡ് പദ്ധതികളും ക്ഷേമ പദ്ധതികളും. അപ്പോൾ ഇത് എല്ലാം പറയുന്നുണ്ട്. അപ്പം ഇതുപോലെ തന്നെ റബ്ബറിൻ്റെ വില കൂട്ടി, നെല്ലിൻ്റെ താങ്ങുവില കൂട്ടി എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ ഇനി മാർക്കറ്റിലേക്ക് റിഫ്ലക്റ്റ് ചെയ്ത് വരാൻ സമയമെടുക്കും. കാരണം ഇതെല്ലാം തന്നെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന പദ്ധതികളാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ഞങ്ങൾ വന്ന് 2500 ആക്കുമെന്ന്, ക്ഷേമ പെൻഷൻ 2500 ആക്കുമെന്ന് പറഞ്ഞു, റബ്ബറിൻ്റെ വില 250 ആക്കുമെന്ന് പറഞ്ഞു. അതൊക്കെ ഇപ്പം 5 കൊല്ലമായിട്ട് വന്നിട്ട് ഇപ്പോഴാണ് വരുന്നത്. അപ്പോൾ റബ്ബറിൻ്റെ ഉൽപ്പാദനം ഏതാണ്ട് കുറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇനി എത്ര കണ്ട് അത് മാർക്കറ്റിൽ ഇടപെട്ട് എത്ര കണ്ട് ആൾക്കാർക്ക് ഗുണമുണ്ടാകും എന്നുള്ളത്. കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ കണ്ടത് അത് കേവലം 50 കോടി രൂപയൊക്കെയാണ് ഈ വില സ്ഥിരതാ ഫണ്ടിലേക്കൊക്കെ കൊടുക്കാൻ സർക്കാരിന് കഴിഞ്ഞത്. അതിനുള്ള പണമില്ല. അപ്പോൾ തന്നെ ഈ പുതിയ ക്ഷേമ പദ്ധതികൾ വരുമ്പോഴത്തേക്ക് ഇനി ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് നിലവിലുള്ള പദ്ധതി വിഹിതം വെട്ടിക്കുറയ്ക്കേണ്ടി വരും, അതിനുള്ള പണം കണ്ടെത്തണം. പക്ഷേ അതൊക്കെയാണെങ്കിലും തിരഞ്ഞെടുപ്പിൽ ഇത് എങ്ങനെ ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളത് എന്ത് പറഞ്ഞാലും പ്രതിപക്ഷത്തിനെ ഭയപ്പെടുത്തുന്നുണ്ട്. കാരണം ഇത് ജനങ്ങൾക്ക് ഡയറക്റ്റ് വളരെ പെട്ടെന്ന് ഇത് കിട്ടുന്ന ഒരു സഹായമാണ്, ഈ റിസൾട്ടാണ്. അപ്പോൾ അതാ പറഞ്ഞേ, അത് ഏത് തരത്തിലായിരിക്കാം ജനങ്ങളുടെ ഇടയിലേക്ക് അത് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നു എന്നുള്ളത് അത് നമ്മൾ തിരഞ്ഞെടുപ്പിൽ അറിയാൻ പറ്റില്ല, അതിന് മുമ്പൊന്നും അറിയാൻ പറ്റില്ല ആൾക്കാരുടെ മനസ്സ് എങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഉള്ളത്. കാരണം ഒരു ആശ്വാസം കിട്ടുന്നതിനെ അതിന് കൂട്ടിക്കിട്ടുന്ന എന്തായാലും അവരതിനെ ഒരു പോസിറ്റീവായിട്ടേ കാണത്തുള്ളൂ. അപ്പോൾ അത് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാണ്. കാരണം നമ്മൾ 2004 കേന്ദ്ര സർക്കാർ, അന്ന് UPA ഗവൺമെൻറ് വന്ന സമയത്താണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി വന്നത്. അത് ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് എന്ന് പറയുന്നതാണ് 2009 സർക്കാർ വരാനായിട്ട് ഇടയാക്കിയത്. അന്ന് ഈ ഇടതുപക്ഷം സർക്കാരിൻ്റെ പിന്തുണ പിൻവലിച്ചു പോയെങ്കിലും അവർ തന്നെ ഞെട്ടിപ്പോയതാണ്
സമാജ്വാദി പാർട്ടി എല്ലാവർക്കും പിന്നെ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് 180 ദിവസം ഇന്ത്യ പോലൊരു സ്ഥലത്ത് ജോലിയില്ലാത്തവർക്ക് ജോലി കിട്ടുന്നു എന്ന് പറയുന്നതും അത് ഒരു നിശ്ചിത തുക ആ പണം ഡയറക്റ്റായിട്ട് കുടുംബങ്ങളിലേക്ക് വരികയാണ്. അതിൻ്റെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ വേറൊരു രൂപമാണ് ഈ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത്. 1500 രൂപയ്ക്ക് എന്ത് കിട്ടും എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ലാത്തവരെ സംബന്ധിച്ചുള്ള 1500 രൂപ വലിയ തുക തന്നെയാണ്. 1600 രൂപ വലിയൊരു തുകയാണ്. അതിലൂടെ 400 രൂപയുടെ കിട്ടുമ്പോഴത്തേക്ക് അവരുടെ ജീവിതത്തിനകത്ത് ആ 400 രൂപയുടെ മാറ്റം ഉണ്ടാവും. അപ്പോൾ അതൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പം നമ്മൾ കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഈ അതിദാരിദ്ര്യ വിമുക്ത കേരളം എന്ന് പറയാൻ പോകുമ്പോഴും ഈ 2500 രൂപ അല്ലെങ്കിൽ 1500 രൂപ പെൻഷന് വേണ്ടി കാത്തിരിക്കുന്ന 68 ലക്ഷം ജനങ്ങൾ കേരളത്തിലുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ പറയുന്ന വികസനവും നമ്മൾ ഈ പറയുന്ന ദാരിദ്ര്യ വിമുക്ത എന്നൊക്കെ പറയുന്നത് ഒരു അവസ്ഥയെക്കുറിച്ച് കുറച്ചുകൂടെ ഒരു പഠനം നടത്തേണ്ട ഒരു സംഭവമാണ്. അതായത് നമ്മൾ ഈ പറയുന്ന പോലെ കേരളം മാതൃകാ സംസ്ഥാനം, കേരളം എല്ലാം കൊണ്ടും ക്ഷേമമായ ഒരു സംസ്ഥാനം എന്ന് പറയുന്നതൊക്കെ കേവലം കടലാസിലെ സങ്കല്പത്തിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. കാരണം നമ്മുടെ ആൾക്കാരുടെ വരുമാനം അത്ര കണ്ട് കുറഞ്ഞുകൊണ്ട് വരികയാണ്. കാരണം കാർഷിക മേഖലയിൽ നിന്ന് കാര്യമായിട്ടൊന്നും കിട്ടാനില്ല. പ്രത്യേകിച്ച് ഈ നമ്മുടെ ഹൈ റേഞ്ച് മേഖലകളിൽ നിന്നും ഒരു കൃഷി പോലും നടക്കുന്നില്ല. ഈ വന്യമൃഗങ്ങളുടെ ശല്യം കൊണ്ട് ആർക്കും ഒന്നും നടക്കുന്നില്ല. അപ്പോൾ കാർഷിക മേഖല ഏതാണ്ട് ഒരു പൂർണ്ണമായി തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. പിന്നെ ജനത്തിന് വരുമാനം എന്ന് പറയുന്നതില്ല, ജോലി എന്ന് പറയുന്നത് നമ്മുടെ ആൾക്കാരും സാധാരണ ജോലിക്കൊന്നും പോകുന്നില്ല. അപ്പോൾ അവർക്ക് വരുമാനം തീരെ ഇല്ലാത്തൊരു ഘട്ടത്തിലാണ് നമ്മളിത് നിൽക്കുന്നത് തന്നെ. അപ്പോൾ എന്തു തന്നെ ആയാലും സർക്കാരിൻ്റെ ഈ മറ്റുള്ള പോരായ്മകളെല്ലാം ഇപ്പോൾ തന്നെ ഉദാഹരണത്തിന് ഈ പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് വരാനുണ്ടായ 1-2 കാരണങ്ങൾ എവിടെയാണ്? ഈ ശബരിമല സംഭവം ഉണ്ടാക്കിയ വലിയൊരു ഇമ്പാക്റ്റ് സർക്കാർ വിരുദ്ധ വികാരമുണ്ട്. അത് സർക്കാർ സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും കേരളത്തിലെ ജനങ്ങൾ ആകമാന ജനങ്ങളുടെ ഇടയിൽ സർക്കാരിനെതിരായിട്ട് വലിയൊരു വികാരമുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാരണം ഈ ശബരിമലയിലെ മോഷ്ടിച്ചുകൊണ്ട് പോയതും ഈ കഴിഞ്ഞ 10 വർഷം ഉണ്ടാക്കിയ വൃത്തികേടുകൾ മുഴുവൻ സർക്കാരിനെതിരായിട്ടുള്ള ഒരു വലിയൊരു വികാരമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് സർക്കാരിൻ്റെ പിന്നെ പോരാത്തിന് ഈ അടുത്ത ദിവസങ്ങളിൽ വന്ന PM ശ്രീയുടെയൊക്കെ അത് പക്ഷേ ഡയറക്റ്റായിട്ട് ബാധിച്ചില്ലെങ്കിൽ പോലും അതൊരു ഒരു എന്താ പറയുക നിലപാടിൻ്റെയൊക്കെ പ്രശ്നമാണ്. പക്ഷേ മറ്റേതല്ല. ഈ നവംബർ 1 പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ച് ഇതൊക്കെ പ്രഖ്യാപിക്കാനിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ കാരണം ഇത് തന്നെയാണ്. നമ്മൾ വെളി കാണുന്നതല്ലേ, സർക്കാരിൻ്റെ ഭരണകൂടത്തിൽ ഇരിക്കുന്നവർക്കറിയാം അവർക്ക് താഴെ തട്ടിൽ നിന്ന് വരുന്ന സാധാരണ അവരുടെ പാർട്ടി പ്രവർത്തകരുടെ ഇടയിൽ നിന്നും മറ്റ് സോഴ്സുകളിൽ നിന്നൊക്കെ വരുന്ന വിവരം സർക്കാർ വിരുദ്ധ വികാരം വളരെ രൂക്ഷമാണെന്നും പ്രത്യേകിച്ച് ഈ ശബരിമല അവരുടെ അടിത്തറ തോണ്ടുന്ന ലെവലിലേക്ക് പോകുമെന്നുള്ളത് സർക്കാരിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ പെട്ടെന്ന് വേറെ മറ്റൊന്നും പദ്ധതികൾ അനൗൺസ് ചെയ്ത് ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നതിനെക്കാട്ടും നല്ലത് കേരളത്തിലെ ജനസംഖ്യയുടെ 1/3 ഈ 65 ലക്ഷം പേര് വരുന്നതിൽ അവരിലേക്ക് ഡയറക്റ്റ് നിങ്ങൾ 400 രൂപ വെച്ച് കൊടുക്കുകയാണ്. അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് അത് തെരഞ്ഞെടുപ്പിലായിരിക്കും വരാൻ. ചിലപ്പോൾ ഒരു പക്ഷേ കേരളത്തിലെ പ്രതിപക്ഷം വാഷ് ഔട്ടായി പോകുന്ന പോലും സംശയിക്കേണ്ട സ്ഥിതിയിലേക്ക് ചിലപ്പോൾ മാറിക്കൂടായില്ല. പക്ഷേ ജനവികാരം എങ്ങനെയാണ് അതിനെ അളക്കുന്നതെന്നുള്ളത് ഇനി കണ്ടറിയേണ്ട കാര്യമാണ്. അതിൻ്റെ ഇമ്പാക്റ്റ് എന്തോ ഉണ്ടെന്നുള്ളത് ഒരുപക്ഷെ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അറിയാൻ പറ്റിയേക്കും. ആ വിശ്വാസ്യത സർക്കാരിനെ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതൊരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായിരിക്കും അതിൻ്റെ ഒരു ക്ലാസിക് ഒരു ടെസ്റ്റ് ഡോസ് ആസിഡ് ടെസ്റ്റായിട്ട് വരാൻ പോകുന്നതും അത് തന്നെയായിരിക്കാം.